വെബിനാറിലേക്ക് കിടക്കാം. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്നത് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡാണ്. EFT പഠിച്ചവരെ സംബന്ധിച്ച് എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും കോൺഷ്യസ് മൈൻഡ് എന്താണെന്നും നമ്മുടെ ഐസ്ബർഗ്സിനെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? അതിൽ നിന്നും എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്, ഇതിൽ എന്തായിരിക്കും കൂടുതൽ പറയാനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് കുറച്ച് ടിപ്സുകൾ മാത്രം. ഇത് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സബ് കോൺഷ്യസിനെ കുറിച്ച് ഒരുപാട് നമുക്കറിയാം. നമ്മൾ അതിനെ എന്താ പറയാ, അതിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും എന്നറിയാം. എങ്കിലും നമ്മൾ എന്താ ചെയ്യുക? പലതും ചെയ്യുന്നതിലപ്പുറം അതിൻ്റെ മേന്മകളെ തിരിച്ചറിയുന്നില്ല, അല്ല അതിൻ്റെ കഴിവുകളെ തിരിച്ചറിയുന്നില്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലിമിറ്റേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഒരു 5 minute മെഡിറ്റേഷൻ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. കണ്ണുകളടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടത് കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് മണ്ഡലമുദ്രയിലിരിക്കാവുന്നതാണ്. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകുക. നിങ്ങളിപ്പോൾ പൂർണ്ണമായും ആ ജീവിതം ആസ്വദിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം നിങ്ങൾ സ്വീകരിക്കും. എല്ലാത്തിനോടും എല്ലാവരോടും ഒരു അനശ്വര ബന്ധം നിങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിജയിയാകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളുടെ നേട്ടങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു. നിങ്ങളുടെ പ്രശസ്തിയും സ്ഥാനവും ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിരറ്റ ആനന്ദം അനുഭവിക്കുന്നു. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം നന്നായി ആസ്വദിക്കും. നിങ്ങളോട് സംസാരിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടാവാണ്. എല്ലാ സാഹചര്യങ്ങളെയും സന്തോഷപൂർവ്വം നേരിടാൻ എനിക്ക് സാധിക്കണം. എല്ലാത്തിനോടും എല്ലാവരോടും അനശ്വരമായ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ഞാൻ കൂടുതൽ വിജയിയാകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഓരോ നിമിഷത്തിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകും. എന്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് എല്ലായ്പ്പോഴും ഞാൻ വികസിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വികാരങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട ശേഷം മെല്ലെ കണ്ണുകൾ
ഓക്കെ, പതിയെ കണ്ണുകൾ തുറന്ന് ഈ ഒരു നിമിഷത്തിലേക്ക് എത്തുക. ഈ പ്രസന്റിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു നിമിഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തെ ആസ്വദിക്കുക. എല്ലാവരുടെയും കയ്യിൽ ബുക്കും പേനയൊക്കെ ഉണ്ടോ? അത് ജസ്റ്റ് വെബിനാർ കേട്ടു പോകാം എന്നുള്ളതാണോ? ഇതിനു മുമ്പുള്ള വെബിനാർ കേട്ടവർക്ക് അറിയാം, അതിൻ്റെ അകത്തൊക്കെ എന്തുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കാനുള്ളതുണ്ടാവും, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ചെയ്യാനുള്ളതുണ്ടാവും. അപ്പോൾ കൈകളിലില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, ബുക്കും പേനയും ഒന്ന് എടുത്തുകൊണ്ട് വരിക. അതുപോലെ തന്നെ വീഡിയോ മോഡിലേക്ക് എല്ലാവരും വരിക. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്? എത്ര പേർക്ക് അതിന്റെ ഉത്തരം അറിയാം? സബ് കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കും? ഒന്ന് ചാറ്റിലൂടെ ഒന്ന് പറഞ്ഞേ. അതുപോലെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ഉള്ള ആക്ഷൻസ് ഉണ്ടല്ലോ, അതിൽ എത്ര കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നതെന്നൊന്ന് ചിന്തിച്ചിട്ട് അതൊന്ന് റൈറ്റ് ചെയ്ത് വെച്ചേ. എത്ര ഡെയിലി ആക്ഷൻസ് ആണ് ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്നത്? ബാക്കിയുള്ളവരൊക്കെ ഒന്ന് വീഡിയോയിൽ വരും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വോയിസ് മാത്രമേ ഇടാൻ നോക്കും. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാറില്ല മാം, ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നു പോകുന്നതെന്നൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക, അതിനെക്കുറിച്ചൊന്ന് എഴുതി വെക്കുക. ഇപ്പോ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക്കലി നടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ, നമ്മൾ അറിയാണ്ട് തന്നെ നടന്നു പോകുന്നേ. അത് മനസ്സിലാക്കിയിട്ടില്ലേ? അല്ലെങ്കിൽ നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നമ്മൾ നടക്കണം, എന്തെങ്കിലും ജോലി ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെയുള്ളത് നമ്മൾ തന്നെ നിർദ്ദേശം കൊടുത്ത് ചെയ്യണ കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് അത് പ്രവർത്തിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയേ, നമ്മുടെ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അത് നമ്മുടെ കൺട്രോളിലാണോ ഉള്ളത്? ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫങ്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ബ്രീത്തിങ്, നമ്മുടെ ഇമോഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇമോഷൻസിലൂടെയാണ്, നമ്മുടെ മെമ്മറീസിലൂടെയാണ്, അല്ലെ നമ്മുടെ എന്ത് ഹാബിറ്റ്സ് ആണ് ഉള്ളത് ആ ഹാബിറ്റ്സിലൂടെയാണ്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് മുൻപേ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളിലൂടെയാണ് എന്ത് ചെയ്യുക, ഇതെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡ് കടന്നു പോകുക. നമ്മളൊരു പുതുതായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും അപ്പോഴെന്ത് ചെയ്യും, ഈ സബ് കോൺഷ്യസ് മൈൻഡ് പെട്ടെന്ന് തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് മെമ്മറിയാണോ നമ്മുടെ ഉള്ളിലുള്ളത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരികയും അതിനെ തടുക്കാൻ സാധിക്കുന്നതും സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇത് സൂക്ഷിച്ചോണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ചെയ്യാനുള്ളൊരു തടസ്സങ്ങളുണ്ടാവും. അങ്ങനെ തന്നെയല്ലേ ഓരോ രോഗാവസ്ഥ നമ്മളിലേക്ക് എത്തുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലുമൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഫീൽ ചെയ്യുക, മുൻപേ എന്താണോ സംഭവിച്ചത് ഇതിങ്ങനെ തന്നെ ആകും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ബിലീഫ് സിസ്റ്റത്തെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കോ അത് പെട്ടെന്നുള്ള ആക്ഷൻസുകളൊക്കെ, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ഡിസിഷൻ എടുക്കുകയും ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിന് ബുദ്ധിയുണ്ട് പ്രവർത്തിക്കാനുള്ളത്, പക്ഷേ ശക്തി ഉള്ളതൊക്കെ ആർക്കാണ്? സബ് കോൺഷ്യസ് മൈൻഡിനാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം, അതിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ മാറ്റണം എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ പലരും എന്താണ് എന്തോ പറയണ പോലെ നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങൾ തൊട്ട് പഠിക്കണമെന്ന് പറയാറില്ലേ. ആ അക്ഷരങ്ങൾ പഠിക്കാതെ ലാംഗ്വേജ് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ആ അക്ഷരങ്ങൾ കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ A to Z കാര്യങ്ങളിലേക്കും കൂടി നമ്മൾ അറിയുകയും അതിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ ഇതെല്ലാം ചെയ്യുന്നവരാണ്. ഇതെന്തുകൊണ്ടാണ് അത് നമ്മളിലേക്ക് റിസൾട്ടിലേക്ക് എത്താത്തത്? അത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴും കൺഫ്യൂഷനിലാക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്, താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് എന്തിനാണോ പറയുന്നത് ആ ഒരു കാര്യത്തിന് തന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഫിയറും ഡൗട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുമോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അതിനെ എത്തിക്കാനുള്ള പവർ ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന് തീരുമാനം എടുക്കാൻ സമ്മതിക്കാതിരിക്കുന്നുണ്ട്. ആ തീരുമാനം എടുക്കാതെ വരുമ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റാതെ നമ്മുടെ എനർജി ലെവൽ കുറയുകയും അത് ശാരീരികമായി ബുദ്ധിമുട്ടാകുകയും അത് പല രോഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അസുഖങ്ങളുടെയും കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തോട്ട്സ് ആണ്. ആ തോട്ടിലൂടെ നമ്മൾ തോട്ട്സ് വരുന്നത് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട്, പക്ഷെ ഈ വരുന്ന തോട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എസ് ഓർ നോ ക്വസ്റ്റ്യനിലൂടെ അതിനെ മാറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങളുടെ കാരണം. കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ വരുന്ന തോട്ട്സുകൾ ഉള്ളിൽ പല അറകളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും, ഓരോ ഇമോഷൻസിനായിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നീട് വരുന്ന ഓരോ കാര്യങ്ങളും ഈ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് അത് പുറത്തേക്ക് തരുമ്പോൾ നമുക്കത് നമ്മുടെ സ്ട്രെങ്തിൽ അത് ചെയ്യാൻ സാധിക്കാതെ വരികയും അതിൽ പല ബ്ലോക്കുകൾ വരികയും അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരികയും ഇതൊന്നും എനിക്ക് ശരിയല്ല എന്നുള്ളൊരു ഫീലിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു നിധിയെ നാം അറിയാതെ അതിനെ പല വേരുകൾ കൊണ്ട് മൂടപ്പെട്ടിട്ട് അതിന് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയേണ്ടത് നമ്മളെ ആദ്യം അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് കിടപ്പുണ്ട്, എന്തൊക്കെ ബിലീഫ് സിസ്റ്റം കിടപ്പുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും മുൻപോട്ട് കുതിച്ചുയരാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് മുൻപോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇല്ല ഞാനത് ചെയ്തേക്കാം അല്ല ഞാൻ ചെയ്തു നോക്കാം എന്ന് പോകുമ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു ആൻസർ അല്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കുന്നത്. ശ്രമിച്ചു നോക്കാം, അത് ശരിയായാൽ ശരിയായി, ഇല്ലെങ്കിലില്ല, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യവും. നമ്മളൊരു മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ മെഡിസിൻ കഴിക്കുമ്പോഴും ഇത് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിച്ചു നോക്കാം, മാറിയാ മാറട്ടെ എന്നുള്ളൊരു തോട്ട്സിലാണ് നമ്മൾ ചെയ്യണത്. നമുക്ക് കിട്ടുന്ന സമ്പത്തിലാണെങ്കിൽ പോലും നമ്മൾ എന്താ കാണിക്കുക? നമ്മൾ എന്താ ചെയ്യുക? ആ സമ്പത്ത് ലഭിക്കുമ്പോൾ ആ സമ്പത്തിനുള്ള ഗ്രേറ്റ്ഫുൾനെസ് കൂടാണ്ട് അത് കിട്ടിയതനുസരിച്ച് ഇന്ന കാര്യങ്ങൾ അതിനു മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഈ പണം ഇത്ര കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, ഇത് കിട്ടുന്നത് ഇപ്പൊ തന്നെ ചെലവായി പോകും എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളിലും നമ്മളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യും? ഈ ഡിവൈഡ് ചെയ്ത് ഓരോ കാര്യങ്ങളിലേക്ക് മാറുകയും അതിലൂടെ ആ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയൊക്കെ തന്നെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് ശരിയാ മാം, അത് ശരിയാ. ഓക്കെ. ഇതിൽ ഇന്ന് 24 പേരുണ്ട്. അൽഹംദുലില്ലാ. ഇതിൽ എത്ര പേരാ വീഡിയോയിൽ വന്ന് നിൽക്കുന്നതെന്ന് നോക്കിയേ. എത്ര പേരാ ഉള്ളത്? അപ്പോൾ എത്രത്തോളം തന്നെ നമ്മൾ സെൽഫിനെ അറിയുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ഞാൻ പുറമെ അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു പാർട്ടാണ് അവിടെ കൊടുക്കുന്നത്. എനിക്ക് അറിയേണ്ട അറിവുകൾ എന്താ പറയാ, ഗുരുകുല വിദ്യാഭ്യാസത്തിലൊക്കെ എങ്ങനെയാണ് പറയാ, ഒരറിവ് നേടണമെങ്കിൽ ആ ഗുരുവിൽ നിന്ന് നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് എന്താണോ നേടേണ്ടത് അവിടെ ഒരു എനർജി
പാറ്റേൺ ഉണ്ട്. അത് നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, വീഡിയോ മോഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളെ എനിക്ക് കണ്ട് സംസാരിക്കാൻ കഴിയും, നിങ്ങൾക്ക് എന്നെയും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ആ ഒരു എനർജി പാസിംഗ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മെമ്മറി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിക്കേ. ജസ്റ്റ് ഒരു മിനിറ്റ് കണ്ണുകൾ അടയ്ക്കുക, ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കണമെന്നൊന്ന് തിരിച്ചറിയുക. എന്താ ഫീൽ ചെയ്യണേ? സന്തോഷാണോ അതോ സങ്കടാണോ? ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, ആ, സന്തോഷം ഫീൽ ചെയ്യുന്നു. സന്തോഷം. അതായത് നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത് അത് തന്നെ സബ് കോൺഷ്യസ് നമുക്ക് തിരിച്ചു തരും എന്നുള്ളതാണ്. നിങ്ങൾ ഹാപ്പി മൊമെന്റ്സ് ഫീൽ ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡും ആ ഹാപ്പിനെസ്സിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ്. ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ ഇതിനനുസരിച്ച് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു തവണ അതിനൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ പോരാ, അത് റിപ്പീറ്റഡ്ലി കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് സത്യമാണോ, ഇതല്ല ഇത് കള്ളമാണോ, ഇത് ശരിയായതാണോ, ഇത് ശരിയല്ലാത്തതാണോ എന്ന് തിരിച്ചറിയില്ല. നമ്മൾ എന്ത് ഇമോഷൻസോട് കൂടിയാണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്, ആ ഇമോഷൻസിനെ അത് ഏറ്റെടുക്കുകയും അതിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് തന്നെ കണ്ടിന്യൂസ്ലി കൊടുത്തു കഴിഞ്ഞാൽ ആ ഹാപ്പി മൊമെന്റ്സ് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിൽ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഡെയിലി നമ്മൾ തോട്ട്സിലൂടെ കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും, കൊടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണേ, ആ ഒരു ഫീലോട് കൂടിയാണല്ലേ കൊടുക്കണേ. ഇപ്പൊ ഹാപ്പി മൊമെന്റ്സ് പറഞ്ഞപ്പോഴത്തേക്കും വീഡിയോയിൽ ഇരുന്നവരുടെ ആണെങ്കിലും മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് തെളിയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഡെയിലി സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ രോഗാവസ്ഥ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് ഡെയിലി നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? ബെറ്റർ ആൻഡ് ബെറ്റർ ആവുമോ? അതിന്റെ എനർജി ലോ ആയിട്ട് വരുമോ? അതിന് അതിന്റെ കഴിവ് തെളിയിക്കാൻ പറ്റുമോ? എപ്പോഴും ടെൻഷൻ ആയിരിക്കും, ടെൻഷൻ അസ്വസ്ഥതയായിരിക്കും. യെസ്, അതൊന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് പവർ, യെസ്, മുഖം മനസ്സിന്റെ കണ്ണാടി. ഈ സബ് കോൺഷ്യസിന്റെ പവർ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആദ്യം ഫീൽ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളത് ഫീൽ ചെയ്യണം. എനിക്ക് ആരോഗ്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. മറ്റുള്ളവരൊക്കെ പറയാം, ആ നീ നല്ല ആരോഗ്യവതിയാണല്ലോ എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് വയ്യ, എനിക്ക് അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ വീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ ആ ഒരു പവറിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഗ്രേറ്റ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ഗ്രേറ്റ്ഫുൾനെസ്സിലൂടെ നമുക്ക് ഒരുപാട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത്രത്തോളം നമ്മളിലേക്ക് തരുമെന്നുള്ളതാണ്. ഇനി നമ്മൾ എന്തൊക്കെ ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിലുള്ള കുറച്ച് ബിലീഫ് സിസ്റ്റത്തെ കുറിച്ചൊന്ന് എഴുതി വെച്ച് നോക്കിക്കേ. ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെൽത്തിന്റെ ആണെങ്കിലും വെൽത്തിന്റെ ആണെങ്കിലും. വെൽത്ത് ആണെങ്കിൽ ഈ പണം എത്ര കിട്ടിയിട്ടും കാര്യമില്ല, ഇതിപ്പോ തന്നെ തീർന്നു പോകും, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടാവലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെൽത്തിനെ കുറിച്ചാണെങ്കിലോ എന്താ ബിലീഫ് സിസ്റ്റം വെച്ചിട്ടുള്ളത്? എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേക്കാണേലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പറയും, ഇപ്പൊ എല്ലാവർക്കും അസുഖം ഉള്ളതാ, എനിക്കും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനെ അവിടെ അങ്ങോട്ട് വെച്ചു, അങ്ങനെ തന്നെ ആവട്ടെ, അപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ, നിനക്ക് ഇരിക്കട്ടെ എന്നുള്ളത് തന്നെ നമ്മൾ നമ്മളിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലോ എന്തെങ്കിലും ഒരു സംസാരമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നാട്ടിലെ എല്ലാ ബന്ധങ്ങളും ഇങ്ങനെയൊക്കെ അവരവർക്ക് അവരവരുടെ കാര്യം കാണാനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകാറുണ്ട്. ശരിയാണോ? അത് ശരിയാണെങ്കിൽ എങ്ങനെയുള്ള എത്ര ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതിനെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കിക്കേ. 2 മിനിറ്റ് ഒന്ന് എഴുതി നോക്കുക.
ഇങ്ങനെയുള്ള കുറേ കെട്ടുകളിലൂടെ പിണഞ്ഞു കിടക്കുകയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. പിന്നെ അതെങ്ങനെ അതിന്റെ ശരിയായ രൂപത്തിൽ പുറത്തേക്ക് വരും? ആ ബിലീവ് സിസ്റ്റം എന്തൊക്കെയാണെന്ന് 2 മിനിറ്റ് കൊണ്ട് എഴുതുക കേട്ടോ. എഴുതിയോ? ഞാൻ പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ജലത്തിന്റെ ഒരു മാതൃക എന്നുള്ളത്. എന്താണ്? ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തു? വെള്ളത്തിനെ ഒന്ന് പരീക്ഷണത്തിനായിട്ട് വെച്ചു എന്നുള്ളതാണ്. അപ്പൊ 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്ലാസ്സിൽ എന്ത് ചെയ്തു? ഒരു ഗ്ലാസ്സിലേക്ക് ചീത്ത വാക്കുകളും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും വികാരങ്ങളും ഒക്കെ എന്നും കൊടുത്തുകൊണ്ടേയിരുന്നു. അടുത്തൊരു ക്ലാസ്സിൽ എന്താ ചെയ്തേ? ആ ഗ്ലാസ്സിലേക്ക് സ്നേഹത്തോടെയുള്ള സംസാരം, നല്ല വാക്കുകള്, അതേപോലെ നല്ല ചിന്തകള്, നല്ല പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എന്നും അതിലേക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 21 ഡേയ്സിന് ശേഷം ഈ വെള്ളം എടുത്തിട്ടൊന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അതിൽ വ്യത്യാസം ഉണ്ടായത്? എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ആർക്കാ പറയാൻ പറ്റുക? ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടാവും, പറ്റിയത് ചെളിയായിട്ട് പോയിട്ടുണ്ടാവും. പ്യുവർ ഇതില് വെള്ളമായിട്ടുണ്ടാവും. ആ ആ ഒരു വെള്ളം പരീക്ഷണത്തില് തെളിയിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ചീത്ത വാക്കുകൾ പറഞ്ഞ ആ വെള്ളത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഘടന തന്നെ വിരൂപമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സ്ഥാനത്ത് ആ നല്ല വാക്കുകളും നല്ല ചിന്തകളും കൊടുത്തിട്ടുള്ള ആ വെള്ളം നോക്കിക്കഴിഞ്ഞപ്പോൾ അതിന്റെ ഘടന കാണാൻ നല്ല സുന്ദരമായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ആറ്റത്തിന്റെ ആ ഒരു ഘടനയൊക്കെ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല സുന്ദരമായിട്ടുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് റിപ്പീറ്റഡ്ലി നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ആ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലെ ആ കോടാനുകോടി കോശങ്ങളിലും എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. രോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളാണെന്ന് വെക്കുക. ആ രോഗത്തെക്കുറിച്ച് ഒരു ചിന്ത ഇപ്പോൾ ജസ്റ്റ് ചെറിയ ഒരു രോഗം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിന്തകൾ എവിടം വരെ പോകും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അത് ചിലപ്പോ അങ്ങ് ലാബിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇവിടെ ഇങ്ങനെ എങ്ങടെ വേണേലും പോകുമെന്ന് വെക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോശത്തിന് വരുന്ന മാറ്റം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആ മാറ്റത്തിലൂടെ ആ രോഗാവസ്ഥയ്ക്ക് എന്താണ് സംഭവിക്കുക? അത് തുടങ്ങിയ ഒരു സംഭവമുള്ളൂ. ജസ്റ്റ് ചെറുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സൂചന നൽകാൻ വന്നതാണെങ്കിൽ പോലും നമ്മൾ അതിനെ ക്രിയേറ്റ് ചെയ്ത് എത്രത്തോളം വലുപ്പത്തിൽ എത്തിക്കുന്നുണ്ട് എന്നാലോചിച്ച് നോക്കുക. ആ സ്ഥാനത്ത് നിങ്ങൾ എന്ത് ചെയ്യാം? ആ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടെങ്കിലും അതുവരെ ആ ഒരു അവയവം വെച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നന്മയോടുകൂടി ഒന്ന് ഓർത്തു നോക്കിക്കേ. എന്തായിരിക്കും സംഭവിക്കുക? ആ കോശങ്ങൾക്ക് എന്തായിരിക്കും മാറ്റം സംഭവിക്കുക? മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നല്ല നമ്മൾ പോസിറ്റീവ് അപ്പൊ നമ്മൾ നല്ല എന്താണ് നമ്മുടെ പോസിറ്റീവ് ആയിരിക്കും. ജീവിതത്തിൽ കണ്ടിന്യൂസ്ലി നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? പോസിറ്റീവ് ആയിട്ട് കൊടുക്കുക മൈൻഡിലേക്ക്. നല്ല ചിന്തകൾ ഓക്കെ. ഇപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യും തോറും നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് വിശ്വാസം കുറഞ്ഞു വരും, അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ പോലും നമുക്ക് ഫലം കണ്ടെത്താൻ പറ്റാതെ വരും. എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയുന്ന വാക്കുകളിൽ എനിക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ.
ഇല്ലെങ്കിലോ ഞാൻ വെറുതെ എൻ്റെ നാവ് കൊണ്ട് പറയാന്ന് വിചാരിക്കും. പക്ഷെ ആ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും പവർ ഉണ്ടെന്നുള്ളത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴല്ലേ അറിയുള്ളൂ. പല കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പല വാക്കുകളും പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവമായിട്ട് വന്നിട്ടില്ലേ? വെറുതെ ചിന്തിക്കുന്ന ഒരു ഉണ്ട് കാര്യമായിരിക്കും. ഉണ്ട് ചിലപ്പം ഉണ്ട് ശരിയാ. ലൈഫ് പാർട്ട്ണറെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, മക്കളെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, ഈവൻ നമ്മുടെ സമ്പത്തിനെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ളതായിരിക്കാം. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ കൂടെ ചിന്തയിലൂടെ പോയതിന് ശേഷമല്ലേ നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളൂ. ശരിക്കും നമ്മൾ നമ്മളെ തിരിച്ചറിയുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ശരിയല്ലേ? Yes, ശരിയാണ്. അപ്പൊ നമ്മൾ എവിടുന്ന് തുടങ്ങണം? നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ നമ്മളെ ചിന്ത മാറ്റി. നമ്മളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ശ്വാസം എങ്ങനെയാണ്, അല്ല നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇതിനെയൊക്കെ ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇതിനെയൊക്കെ കേടാക്കിയത് ആരാണ്? അത് അവിടുന്ന് തന്നെ നൽകിയത് അവിടുന്ന് തന്നെ പുറത്തു തരും എന്നുള്ളത് പോലെയാണോ? നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തൊരു കാര്യത്തെ നമ്മൾ തന്നെ അത് മാറ്റേണ്ടേ? അതിന് നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പീറ്റഡ്ലി ആ മാറ്റേണ്ട കാര്യം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് അഫർമേഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയും, ജേണലിംഗ് ആയിട്ട് കൊടുക്കാൻ കഴിയും, ഓട്ടോ സജഷൻ ആയിട്ട് കൊടുക്കാൻ കഴിയും. അതിലേറെ എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡ്ഫുൾനെസ്സോടുകൂടിയും കൊടുക്കാൻ കഴിയും. ഇതിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏതൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവരും അഫർമേഷൻ എഴുതുന്നവരാണല്ലേ? അഫർമേഷൻ എഴുതിയിട്ട് എന്താ ചെയ്യുക? അത് എഴുതി വെച്ചതിന് ശേഷം അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാറുണ്ടോ? ഉണ്ടോ? ഉണ്ട് ഉണ്ട് കാണുന്ന മുഖങ്ങളിൽ നിന്നെല്ലാം ഉണ്ട്. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസം എവിടെ പോയി? അതേപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എല്ലാവരും എഴുതാറുണ്ട്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്ന വിശ്വാസത്തെ നമ്മൾ എങ്ങനെ പറയാ? ആ ജേണൽ എഴുതുന്നത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും വിശ്വാസത്തോടെ, അനുഭൂതിയോടെ ഫീൽ ചെയ്ത് വേണം എഴുതാൻ. അപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ എഴുതുന്നുണ്ട്, എഴുതി നല്ല ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു എന്നൊക്കെ പറയും. അത് എഴുതി മാറ്റി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത് എന്തായിരിക്കും? ആ എഴുതിയതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതെ അതെ അതെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല ഇല്ല അപ്പൊ നമ്മളുടെ ഇല്ല. റിസൾട്ട് കിട്ടാത്തത് ഒരാൾ നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ടോ മറ്റ് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടോ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്താണ് നമ്മളിൽ റിസൾട്ട് എത്താത്തത്? നമ്മൾ നമ്മളെ അറിയാത്തത് കൊണ്ടാണ്. സെൽഫിനെ ഒന്ന് നന്നായിട്ടൊന്ന് അറിഞ്ഞാൽ മതി. ഇപ്പോൾ എല്ലാവരും പറയണത് എന്താ വെച്ചാൽ, സാധാരണ രീതിയിൽ പറയും ഞാനൊരു മനുഷ്യനല്ലേ, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. പക്ഷെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യം വേറെ ഏതെങ്കിലും ജീവികൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ആകെ വകതിരിവോടുകൂടി പെരുമാറാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണല്ലേ? ചിന്തിക്കാനുള്ള കഴിവ് നൽകിയിട്ടുള്ളത് മനുഷ്യന് മാത്രമാണ്. വികാര വിചാരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. ഇത്രയേറെ കഴിവുകൾ നൽകിയിട്ടും ഞാൻ തനിച്ചാണ്, അല്ലെ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല, എനിക്കൊരു കഴിവില്ല, അല്ലെ അങ്ങനെ പല രീതിയിൽ നമ്മളെ ഡീമോട്ടിവേഷൻ ചെയ്യുന്നത് ആരാണ്? നമ്മളല്ലേ, അതോ മറ്റുള്ളവരാണോ? നമ്മൾ തന്നെ നമ്മുടെ അപ്പൊ ഇവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ചെയ്യുന്ന പ്രവർത്തികളിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യം. ഒരു വാക്കേ പറയുന്നുള്ളെങ്കിലും ഞാൻ ആരോഗ്യമുള്ളവളാണ് എന്ന്, ആരോഗ്യവതിയാണ് എന്ന് പറയുമ്പോൾ ആ ആരോഗ്യത്തെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് അതിൽ വിശ്വസിക്കുക. ആ ആരോഗ്യം സൃഷ്ടിച്ചതാരാണോ, ആ ആരോഗ്യം നൽകിയതാരാണോ അവനിൽ വിശ്വസിക്കുക. ആ വിശ്വാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റിസൾട്ടിൽ എത്താൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് നല്ല ആരോഗ്യവും നല്ല സമ്പത്തും ഇതൊക്കെ നൽകാൻ ആഗ്രഹിക്കുന്ന റബ്ബിന്റെ അടുത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ തന്നെ പറയാം, ഓ ഇത് ഇങ്ങനെയൊക്കെയാണ്, ഇതൊന്നും നടപടി ഉണ്ടാവില്ല. നമ്മൾ അവിടെ ജഡ്ജ്മെന്റ് ചെയ്തു എന്നുള്ളതാണ്.
ആ ജഡ്ജ്മെന്റിലൂടെ നമുക്ക് ലഭിക്കേണ്ട ഒരു അനുഗ്രഹം കൂടി നമ്മൾ തടയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ ചെയ്യണ്ടേ? അവിടെ ജഡ്ജ്മെന്റ് ചെയ്യാനല്ല നമ്മൾ നിൽക്കേണ്ടത്. നമുക്ക് ലഭിച്ചതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ലഭിച്ചതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്ത് നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഡിവൈൻ സ്പാർക്കിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും. നീ ഇങ്ങനെ ചെയ്യണത് നല്ലതാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യൂട്ടോ, അത് മോശമാണ്, ഇങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് ഉണ്ട്, ട്രൂ സെൽഫ്. അപ്പൊ ആ ട്രൂ സെൽഫിനെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഏതൊക്കെ ബിലീഫ് സിസ്റ്റത്തിലാണോ പെട്ട് കിടക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമിംഗ് ആണോ നമ്മുടെ ഉള്ളിൽ ചെയ്തു വെച്ചിട്ടുള്ളത്, അതിൽ നിന്നെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പുറത്തേക്ക് വരണം എന്നുള്ളതാണ്. അത് കട്ട് ചെയ്ത് പുറത്തേക്ക് വരണമെങ്കിൽ ആദ്യം ഒരു ദിവസം ഒരു ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമ്മൾ മോട്ടിവേഷൻ ഒക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്താ, അന്നത്തെ ദിവസം ഭയങ്കര പവർ ആയിരിക്കും. എന്നുവെച്ചാൽ ആ മോട്ടിവേഷന്റെ അലയൊലികൾ ഇങ്ങനെ എനർജി നമ്മുടെ ഉള്ളിലൂടെ കടന്നുകൂടി ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ, അന്നത്തെ ദിവസം പവറായിട്ട് നടക്കും. പക്ഷെ അതിനുശേഷം എന്താ പറ്റുക? അത് അതേപോലെ ഡിമാവും. അപ്പൊ അത് എന്തുകൊണ്ടാണ്? അത് മറ്റൊരാളുടെ മോട്ടിവേഷനാൽ നമ്മൾ സെറ്റ് ആവുന്നതാണ്. പക്ഷെ നമ്മൾ നമുക്ക് തന്നെ മോട്ടിവേഷൻ കൊടുത്താൽ, ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പവർഫുൾ ആക്കിയാൽ അവിടെ എന്തായിരിക്കും മാറ്റം സംഭവിക്കുക? ആ പവർ ഒരു ലേശം കുറയുമ്പോഴും നമുക്ക് അവിടെ അവയർനെസ് ഉണ്ട്. എന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണോ, എന്നിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ, അതിലൂടെ എനിക്ക് ഹൈ ലെവൽ എനർജിയിൽ നിൽക്കാൻ സാധിക്കും എന്നുള്ളത്. അങ്ങനെ തന്നെയല്ലേ? അതെ 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 മാം. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റത്തെ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ആ ബിലീഫ് സിസ്റ്റത്തെ മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ലക്ഷ്യം എഴുതിക്കേ. എന്തെങ്കിലും ഹെൽത്തോ വെൽത്തോ റിലേഷൻഷിപ്പോ എന്തിലെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളൊരു ലക്ഷ്യം എഴുതി വെക്കുക. അത് നേടുന്നത് എങ്ങനെയാണെന്നൊന്ന് നന്നായിട്ട് ഫീൽ ചെയ്യുക. ഈ ഒരു ലക്ഷ്യം എഴുതിയതിലൂടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? ആ എഴുതുന്നതിലൂടെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ പിക്ചറുകൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്, വിഷ്വൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജേണലിംഗ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ എൻഡ് റിസൾട്ടും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയല്ലേ എല്ലാവരും എഴുതിയിട്ടുള്ളത്? അതെ അതെ അതോ മാം ഒരു ഇത് എഴുതാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ എഴുതിയെന്നുള്ളതല്ലല്ലോ. അതായത് ഇതിന്റെ ഒക്കെ കാര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. അതിനെ ഫീൽ ചെയ്തിട്ട് വേണം നമ്മൾ പറയാൻ എന്നുള്ളതാണ്. ഇനി ഒന്ന് കണ്ണടച്ചിട്ട് ആ ഒരു സംഭവം നടക്കുന്നത് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തേ. ആ ഒരു ലക്ഷ്യം, അതിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് അത് എങ്ങനെയാണോ എൻഡിങ് റിസൾട്ട് വരുന്നത്, അവിടെ വരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തേ. ഇവിടെ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ ഇങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടല്ലേ. ആ ഒരു ഫീലിങ്സ് നമ്മുടെ ശരീരം മുഴുവനും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ശരീരം മുഴുവൻ ആ ഒരു ലക്ഷ്യം നേടുന്നതും അതിന്റെ പ്രവർത്തനങ്ങളും ഇതും എല്ലാം ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതെ 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 അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് മാറ്റേണ്ടതായ ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ.
എന്നിട്ട് അതിലേക്കൊന്ന് വിഷ്വൽ കൊടുത്തു നോക്കിക്കേ. ജേണൽ ചെയ്ത് വിഷ്വൽ ചെയ്ത് ആ ഗ്രേറ്റ്ഫുള്ളോട് കൂടി ഒന്ന് ഇരുന്ന് നോക്കിക്കേ. അപ്പൊ അവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ കോടാനുകോടി കോശങ്ങളും ഏറ്റു പറയുന്നുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇമോഷൻസും നമ്മുടെ ശരീരത്തിലെ ഓരോ കോടാനുകോടി കോശങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, "ഓ, ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞാലും ആ പറയുന്ന വാക്കുകൾ എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇമോഷണലി നമ്മുടെ ശരീരം മുഴുവനും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പല കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മളിലേക്ക് തന്നെ, നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെടാത്തതാണെങ്കിലും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളൊരു അവയർനെസ് നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ അവയർനെസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ തെളിച്ചവും വെളിച്ചവും ഒക്കെ നമ്മുടെ മുഖത്ത് തെളിഞ്ഞു വരും എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കും എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവില്ല. ചെയ്യണോ? യെസ്, ചെയ്യാം. ഇല്ലെങ്കിൽ വേണ്ട. ആ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പോഴത്തെ സമൂഹത്തിന് പറ്റുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഏതൊരു കാര്യത്തിലും കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അത് 4 പേരോട് ചോദിക്കുന്നുണ്ട്, 10 പേരോട് ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നത് പല അഭിപ്രായമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു തീരുമാനം എത്താൻ സാധിക്കാതെയും വരും. അപ്പൊ ആദ്യമേ ഏതൊരു കാര്യത്തിനും നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. ഈ സെൽഫ് ടോക്ക് എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. നമ്മൾ പോസിറ്റീവായിട്ടാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പോസിറ്റീവായിട്ട് തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ സ്ഥാനത്ത് നമ്മൾ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. സെൽഫ് ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനാണ് കേട്ടോ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് മിററിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പറയുന്നവരുണ്ട്. അല്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ, ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അതാണ് കേട്ടോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതങ്ങനെ ചെയ്യണോ വേണ്ടയോ, യെസ്, അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് വേണം എന്ന് തോന്നിയാൽ യെസ് അന്നേരം തന്നെ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഏതൊരു സംഭവവും കൺഫ്യൂസ്ഡ് ആയിട്ട് കിടന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു കുപ്പീൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു വാതകം കയറിയിട്ട് നമുക്ക് കളറുള്ളതാണെങ്കിലും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കൊണ്ട് നിൽക്കില്ല. അതിന് പുറത്തേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ അതിങ്ങനെ നൂലാമാല പോലെ ആവും. അതേപോലെ നമ്മുടെ ഉള്ളിൽ കയറുന്ന ഒരു ചിന്ത, അതിന് കൺഫ്യൂസ്ഡ് ആയിട്ട് അതിന് പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കിടന്ന് എന്ത് ചെയ്യുക, സ്ട്രെസ് ആവുന്നത്, ആങ്സൈറ്റി ആവുന്നത്, നമ്മുടെ കുടലുകളിൽ പ്രശ്നം ഉണ്ടാവുന്നത്, നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, നമ്മുടെ ദഹന പ്രക്രിയ ശരിയാവാതെ വരുന്നത്. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കാര്യം ഒട്ടും നടന്നോ അതും ഇല്ല, നമ്മൾ എങ്ങനെയായി തീർന്നിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു അസുഖം അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയിലേക്ക്, ഒരു ടെൻഷനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഈ കാര്യത്തിനൊക്കെ നമ്മൾ ജഡ്ജ്മെന്റ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ചിന്തയിലൂടെ ഒരാൾക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരിടത്തൊരു അമ്മയും അച്ഛനും ഒരു മോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മോളുടെ പേര് മരിയ എന്നാണ്. ഇവർ 3 പേരും നല്ല സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നൊരു സമയമാണ്. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നല്ല സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്മയും മോളും അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി. മോള് നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു, പഠിച്ച് നല്ല മിടുക്കിയായിട്ട് അപ്പോൾ ബിസിനസ്സൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം ഫർദർ ടെസ്റ്റുകളൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇതെന്തോ ഒരു രോഗമുള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ട് ബാക്കി ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിൽ ക്യാൻസറിൻ്റെ അംശം കണ്ടെത്തുകയും അത് 4th സ്റ്റേജിലേക്ക്, ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടെന്നും പറയുകയും ചെയ്തു. അപ്പോൾ ഈ മകള് പറയുന്നുണ്ട്, അത് ഗർഭാശയ ക്യാൻസർ ആയിരുന്നു. മകള് പറയുന്നുണ്ട്, എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കാം, എൻ്റെ അമ്മേനെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മതിയെന്ന്. പക്ഷെ അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം ഒരുപാട് താമസിച്ചു പോയിട്ടുണ്ട്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അമ്മ മരണപ്പെടുകയും ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ കുട്ടിയുടെ മാരേജ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷം അതിനുശേഷം ഇവള് തനിച്ചായി. പിന്നെ ആ മാരേജ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾക്ക് തന്നെ ഇവളുടെ മനസ്സിലുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഈ അസുഖം ഉള്ളത് കൊണ്ട് എനിക്കുണ്ടായെങ്കിലോ, അതുകൊണ്ട് നേരത്തെ കുട്ടി ഉണ്ടാവാനുള്ള ഇതൊക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞു ഇവർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതൊക്കെ നോക്കിയപ്പം ഒരു കുഴപ്പമില്ല, പേടിക്കാനുള്ളതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ ഡോക്ടർ ഇങ്ങനെ അമ്മയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഇത് ഇന്ന പോലാണ്, ഇത് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന രോഗമാണ്, അതുകൊണ്ട് നിങ്ങളും ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് കുട്ടികളുണ്ടാകുക. ഇപ്പോൾ വീണ്ടും പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി അവളുടെ ഗർഭാശയത്തിന് എന്തൊക്കെയോ ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് വെച്ചാൽ മനസ്സിലായി ഇത് അവരുടെ അമ്മയുടെ അതേ അവസ്ഥയിലേക്കാണ് എത്തുന്നത് എന്നുള്ളതുകൊണ്ട് ആ ഹസ്ബൻഡ് അവരെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, ഇവള് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തനിച്ചായപ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടായപ്പോൾ സ്വന്തം കസിൻസിൻ്റെ അടുത്തേക്ക് നാട്ടിലേക്ക് പോവാം, അമ്മയുടെ നാട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് അവരെല്ലാവരും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇവളെ സ്വീകരിക്കുകയും അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ ഒരാൾ പറയുന്നുണ്ട്, മോളെ എന്നാലും നിനക്കിത് വരേണ്ടതല്ല എന്ന്. അപ്പൊ അവൾക്ക് അതിൽ എന്തോ ഒരു ഡൗട്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, നീ അമ്മയുടെ ശരിക്കുള്ള മകളല്ല എന്നുള്ളത്. അപ്പൊ ഇവക്കങ്ങ് അത്ഭുതമായിപ്പോയി, പിന്നെ ഇതെനിക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ അവൾ കണ്ട ആ ഡോക്ടറെ തന്നെ പോയി കാണുകയും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് കുറിച്ച് റിസർച്ച് നടത്തുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതാദ്യമേ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ആദ്യമേ ഡോക്ടർ പറഞ്ഞത് പാരമ്പര്യമായിട്ട് ഇത് ഉണ്ടാകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവളുടെ ഉള്ളിൽ ആ ഒരു വിശ്വാസം വരികയും അതിങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം അവളുടെ ഉള്ളിൽ ഉണ്ടാവുകയും അത് അങ്ങനെ തന്നെ അതിനെ അട്രാക്ട് ചെയ്ത് അവളിൽ ആ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അത് ഭയവും പേടിയുമോട് കൂടിയാണ് കൊടുക്കുന്നതെങ്കിൽ, സംശയത്തോടും ഭയത്തോടും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് അതേപോലെ തന്നെ ആ സംശയിക്കാനുള്ളതും പേടിക്കാനുമുള്ളതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് അതിനെ തിരിച്ചൊന്ന് കൊടുത്തു നോക്കിക്കേ, അപ്പൊ നമ്മളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ ഉള്ളത് നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഇമോഷണലി എങ്ങനെയൊക്കെയാണോ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ അത് അതേപോലെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഒരു തകർച്ച ഉണ്ടാകുന്നുണ്ടോ, നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിച്ചു നോക്കുക. പണ്ട് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, അതിൽ ആരെങ്കിലും നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ, അല്ലെ അന്ന് നമ്മുടെ തോട്ട്സ് എന്തായിരുന്നു, അങ്ങനെ എന്ത് സംഭവമാണെന്നൊന്നും നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹെൽത്ത് വൈസിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ പേരൻസിൽ നിന്ന് കിട്ടിയതാണ്, പാരമ്പര്യമാണ്, അല്ലെങ്കിൽ ഇത് എല്ലാവർക്കും ഉള്ളതാണ്, ഇങ്ങനെ പല രീതിയിൽ നമ്മളിലേക്ക് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കി നോക്കൂ. അതേപോലെ തന്നെ ബന്ധങ്ങളിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പം ഏതൊരു ബന്ധത്തെക്കുറിച്ച് എടുക്കുമ്പോഴും ഇത് ഇപ്പം എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ചിന്തയിലാണോ, ഞാൻ അൺകണ്ടീഷണലി ആണോ എൻ്റെ ബന്ധങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അതോ അതിലെല്ലാം സംശയിക്കാറുണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ നിധി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് വരേണ്ടത്, നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ആ നിധിയിൽ നിന്നും നമ്മൾക്ക് വേണ്ടതെല്ലാം നമുക്ക് ഇഷ്ടാനുസരണം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസവും ആ ഒരു പ്രവർത്തനത്തിലേക്കും വരിക എന്നുള്ളതാണ്. എത്ര പേര് റെഡിയാണ് നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റി ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സമ്പത്തോടെ ജീവിക്കും എന്നുള്ളത്? അത് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അതെന്ത് ചെയ്യണം, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ അത് അറിയുകയും അത് പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല. അപ്പൊ ഇന്ന് എന്താ തീരുമാനം എടുക്കുന്നത്? ഈ ഒരു ക്ലാസ് കഴിഞ്ഞതോടുകൂടി എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്?
എപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യും. അവയർനെസ്, ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ മനസ്സിന്റെ ഉള്ളില് ഹൃദയം കൊണ്ട് എഴുതുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ സംസാരിക്കുന്ന ആള് കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളാണ്. അപ്പൊ അത് മാമിന്റെ ക്ലാസ് വളരെ ഉപകാരമായിരുന്നു. അപ്പൊ അത്ര മതി. ഒരാളാണെങ്കിൽ അതിനൊന്ന് തിരിച്ചറിഞ്ഞ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബിനാർ നടത്തുന്നതിൽ ഏറ്റവും വലിയൊരു റിസൾട്ടാണത്. നമ്മൾ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള പവറിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഞാനും കുറേ നെഗറ്റീവ് തോട്ട്സും കൊണ്ട് നടന്നിരുന്ന ആളാണ്. കുറ്റപ്പെടുത്തി നടന്നിരുന്ന ആളാണ്. ഇപ്പൊ ഈ ഹെൽത്ത് വൈസ് ആണെങ്കിലും പാരമ്പര്യമായിട്ട് കിട്ടിയ കുറെ രോഗങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയ ഒരാളാണ്. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കിയതിന് ശേഷം അതൊക്കെ വിട്ടു. അതുകൊണ്ട് ആ രോഗത്തിന് എൻ്റെ അടുത്ത് വരണമെന്നുമില്ല. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ഓരോ ഓട്ടോ സജഷൻസ് എന്ന് പറയും. എന്തൊരു നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും അതിനെ ഇഷ്ടത്തോടെ അയ്യോ അത് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ച് അയ്യോ ആ തോട്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ടല്ലോ, ഇനി എന്താവോ എന്നുള്ളൊരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ ആ തോട്ട്സ് ഇച്ചിരി കൂടുതൽ അട്രാക്ട് ചെയ്ത് നമ്മുടെ ഉള്ളിൽ നമ്മളെ പേടിപ്പിച്ച് നമ്മൾ ആ ഒരു ഭയത്തിന്റെ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവും. ആ സ്ഥാനത്ത് ആ ഒരു എന്ത് നെഗറ്റീവ് തോട്ട്സ് ആണോ വരുന്നുണ്ടോ, ഇറ്റ്സ് ഓക്കെ. നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മെ സൃഷ്ടിച്ചവനാണ്. നമ്മുടെ തോട്ട്സിലൂടെ നമുക്ക് അതിനെ ബാക്കപ്പ് ആക്കാനും കഴിയും, നമ്മളിലേക്ക് സെറ്റ് ആക്കാനും കഴിയും. അപ്പൊ ഈ റമദാനിൽ എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിശ്വാസത്തോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. ഓരോ നമസ്കാരങ്ങളും ഓരോ ദിക്കറുകളും എന്ത് ചെയ്യുന്നുണ്ടോ എല്ലായ്പ്പോഴും വെറുതെ എന്താ പറയാ നമ്മള് പട്ടിണി ഇരുന്ന് നോമ്പെടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താതെ ആ ചെയ്യുന്ന പ്രവൃത്തികളിൽ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ നിന്ന് ആ നോമ്പിനെ നോൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് വിശ്വാസത്തോടുകൂടി ചെയ്താൽ മാത്രമേ അത് നമ്മളിൽ സംഭവിക്കുകയുള്ളൂ. ഇപ്പൊ കുറേ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടാവും, ആ നോമ്പായി ഞങ്ങളുടെ എന്താ പറയാ വിശന്നിരുന്ന് കഴിയുമ്പോൾ വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിയുമ്പോൾ അൾസറിന്റെ പ്രശ്നങ്ങള്, മറ്റേ മൂത്രാശയമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടാകുന്നതാണ്. എന്ത് ചെയ്യും, എന്നാലും നോമ്പെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. ആ ചിന്തയിൽ നമ്മൾ എന്താ നമ്മുടെ സബ് കോൺഷ്യസിന് കൊടുത്തിട്ടുള്ളത്? നോമ്പ് എടുക്കണമെന്നാണോ, ആ രോഗങ്ങൾ വരുമെന്നാണോ, എന്താണ് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസിന് കൊടുത്തിട്ടുള്ളത്? രോഗങ്ങൾ വരുമെന്നാ കൊടുക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ നമ്മൾ നോമ്പെടുക്കുമ്പോഴത്തേക്ക് വയ്യ അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എന്നോട് പറഞ്ഞതല്ലേ, വെള്ളം കുടിക്കാണ്ടൊക്കെ ഇരുന്ന ഇന്ന പോലൊക്കെ ഉണ്ടാവും, അൾസറിന്റെ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞതല്ലേ എന്ന് നമ്മളോട് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ അത് സ്ഥിരപ്പെട്ടു. ആ ശരിയാണ് കേട്ടോ, സ്ഥിരായി. അപ്പൊ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമോ? പിന്നെ നമ്മൾ നോമ്പെടുക്കുന്ന എന്താണ്, ആകെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അങ്ങ് എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുറേ പരിഭവവും പരാതിയും ക്ഷീണവും തളർച്ചയും ഇതെല്ലാം കൂടി നമ്മൾ കൊണ്ടുനടക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എന്ത് ചെയ്യുന്നുണ്ടോ അത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തന്നെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇപ്രാവശ്യത്തെ നോമ്പ് എനിക്ക് അത്രത്തോളം എനിക്ക് ഡിഫറെന്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്രാവശ്യത്തെ വെയിലും ചൂടും ഒക്കെ എത്ര ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ ആ ഒരു മനസ്സറിഞ്ഞ് അതിലേക്ക് എത്താൻ പറ്റിയത് കൊണ്ട്. അല്ലെങ്കിൽ എന്താണ്, പടച്ചോനെ നോമ്പാകുക ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ നോയമ്പല്ലേ ഒക്കെ സെറ്റാണ് എന്ന് മനസ്സിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു ക്ഷീണത്തിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിലേക്കോ എത്തുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക, പോരായ്മയെക്കുറിച്ച് ചിന്തിക്കാതെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അത് നമ്മുടെ റബ്ബിലേക്ക് സറണ്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആ സറണ്ടറിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഫോർഗീവ്നെസ്സിലേക്ക് പല കാര്യങ്ങളും ഫോർഗീവ്നെസ് കൊണ്ടുനടക്കാന്ന് പറയും. ആ സമയത്ത് ആ ഫോർഗീവ്നെസ് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എഴുതി നോക്കൂ. അപ്പൊ ആ ഫോർഗീവ്നെസ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ തെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. ആ തെളിച്ചം നമ്മുടെ മുഖത്തറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും
ഈ ഒരു അവസരത്തിൽ ഒരു സന്തോഷകരമായ ഒരു കാര്യം കൂടി എനിക്കിവിടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടി എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്തിട്ടുള്ളതിൽ മാറ്റം വരുത്തി അതൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇവിടെ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഹീലിംഗ് ഹബ്ബ് എന്നുള്ളതൊരു കമ്മ്യൂണിറ്റി നിലവിലുണ്ട്. ഞാൻ മിർഷാദുമാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്ക് ഇപ്പം അൽഹംദുലില്ലാ 4 മെൻറ്റേഴ്സും കൂടി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ കുറച്ച് പേര് ഇവിടെ ഉണ്ട്. ഒന്ന് നസീറ മാമാണ്, പിന്നെ ഉള്ളത് ഷിജി മാമാണ്, പിന്നെ സുമിയത്ത് മാം, പിന്നെ ഒന്ന് ഫാത്തിമ മാം. അങ്ങനെ 4 പേരും കൂടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ആയിട്ടുണ്ട്, മെൻറ്ററായിട്ട് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുക, അതിൽ കുറേ ഒരുപാട് പേരുമായിട്ട് ചേർന്ന് ഈ സമൂഹത്തിന് എന്ത് മാറ്റം വരുത്താൻ പറ്റുമോ അതിലേക്ക് തിരിയുക എന്നുള്ളത്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്നുള്ളതും ആരോഗ്യകരമായ ജീവിതം എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരും ഹോസ്പിറ്റല് വീട് എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് അത് നമുക്ക് മാറ്റി നമ്മുടെ ജീവിതം ആരോഗ്യത്തോടെ എങ്ങനെ EFT-യിലൂടെ, മൈൻഡ്ഫുൾനെസ്സിലൂടെ, മൈൻഡ് പവറിലൂടെ നമുക്ക് ആരോഗ്യകരമായ ജീവിതം നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. അൽഹംദുലില്ലാ അതേപോലെ മറ്റുള്ളവരിലേക്കും ഞാനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവരിലേക്കും ആ ഒരു ജീവിത ശൈലി കൊണ്ടെത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതിനോടൊപ്പം പ്രവർത്തിക്കാൻ വന്നിട്ടുള്ള ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദിയും കൂടെ പറയുകയാണ്. അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷ നിമിഷം കൂടിയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. അതിലേക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പറയാം, നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കാം. അതുപോലെ തന്നെ 10-ാം തീയതി നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗ്രാറ്റിറ്റ്യൂഡ് സെക്ഷൻ ഇതേപോലെ പകലായിരിക്കും സമയം, 9:30 to 10:30 or 11 വരെ ആയിരിക്കും ടൈം ഉണ്ടാവുക. 999 ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. 4 ദിവസത്തെ ക്ലാസ് ആണ്. പിന്നെ 21 days ടാസ്കുകളും ഉണ്ടാവും. അത് കണ്ടിന്യൂസ്ലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നസീറ മാമിനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ റെഡിയാണ്. താങ്ക് യു സോ മച്ച്. മാമിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല ഉപകാരമുള്ള ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിൽ കയറണം. അതിന് എന്റെ ലിങ്ക് കിട്ടണം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിൽ കയറണം. അതിന് ലിങ്ക് ഇതിലുണ്ടാവുമായിരിക്കും അല്ലേ, ഫീസ് അടയ്ക്കാനുള്ള? ഉണ്ടാവും. ഇൻഷാ അല്ലാ അത് ഇടുന്നുണ്ടാവും. എന്ന് വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാത്ത എത്ര കാര്യങ്ങൾക്കാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യേണ്ടതെന്നറിയോ. അതൊന്ന് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഫൊർഗീവ്നെസ് കുറഞ്ഞ് അതിലൂടെ നമുക്ക് ജീവിതത്തിന്റെ സന്തോഷകരമായ നിമിഷങ്ങളെ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഫോർഗീവ്നെസ് ഉണ്ടാവുന്നില്ല കൂടെ അല്ലേ? അത് ഇല്ല, ഇത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ തന്നെയാണ്. അതിനുശേഷമാണ് പിന്നെ ഫൊർഗീവ്നെസ്സിന്റെ വരുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും നമ്മൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ നല്ല എനർജറ്റിക് ആയിട്ടാണ്. ചിലപ്പം നമ്മുടേത് 6ാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഒരുപാട് നോമ്പ് സന്തോഷം. കഴിഞ്ഞിട്ട് മതിയോ? 10-ാം തീയതിയാണ്, 3 ദിവസം 4 ദിവസം. ഈ 10-ാം തീയതി തന്നെയാണ്, നോമ്പിന് തന്നെയാണ്. രാവിലെ ഈ 9 എന്നുള്ള സമയത്ത് തന്നെ ആയിരിക്കും. തന്നെയാണല്ലേ? അപ്പൊ ശരി. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വെൽസിന്റെ വേണമെന്ന് ശരിയാക്കുക. ഓക്കെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ, സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് സമയം കൂടി. നമുക്ക് ഹലോ മാം, അതുണ്ടല്ലോ ഈ വല്ലാതെ നെഗറ്റീവ് ചിന്തകള് ഓവറായിട്ട് ഇങ്ങനെ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാത്തോണ്ട്.
നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഉം. ഉം? നമ്മുടെ അതല്ലേ സൃഷ്ടിയിൽ നമുക്ക് വിശ്വാസമില്ല, ഇഷ്ടക്കേടാണ്. അതാണ് ഈ നെഗറ്റീവ് തോട്ട്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിനീ ഭൂമിയിൽ ജനിച്ചു, അല്ലെങ്കിൽ എനിക്ക് വെച്ചാൽ വെറുക്കപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ. എനിക്കൊന്നും ലഭിക്കുന്നില്ല, അല്ല ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയുള്ള പല ചിന്തകൾ വരുന്നില്ലേ. അതുകൊണ്ടാണ് ഈ അതെ അതെ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്. ആദ്യം നമ്മളെ ഒന്ന് ഉൾക്കൊള്ളുക. ഇപ്പൊ സ്ത്രീ ആണെങ്കിൽ സ്ത്രീ ആണെന്നുള്ളതൊന്ന് ഉൾക്കൊള്ളുക, പുരുഷനാണെങ്കിൽ പുരുഷനാണെന്നുള്ളതൊന്ന് ഉൾക്കൊള്ളുക, അവർക്ക് ലഭിച്ചിട്ടുള്ള നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ഉൾക്കൊള്ളുക. ഗ്രാറ്റിറ്റ്യൂഡിലൂടെ തന്നെ നമ്മുടെ നെഗറ്റീവ്സിനെ ഒരുപാട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. പക്ഷെ അതാണ് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ ഓൾറെഡി അത് പറയുമ്പോൾ വെറുതെ എഴുതിയാൽ പോരാ, ഹൃദയം കൊണ്ട് എഴുതി നമ്മൾ അതിനെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ നെഗറ്റീവ് തോട്ട്സിലൂടെ നല്ല പേടിയും വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ. അത് പേടിയുണ്ട് ഇത് കണക്റ്റഡ് ആയിട്ട്. ഓക്കെ. അപ്പൊ അത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ഫീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക. അപ്പൊ അതിൽ നല്ല മാറ്റം ഉണ്ടാവും. അത് നമ്മളൊന്ന് അറിഞ്ഞാൽ മതി. ഓ അപ്പൊ ഇതില് ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ജനനം എങ്ങനെയാണെന്നുള്ളത് പറയുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ബീജത്തിൽ നിന്നും ഓടി സെറ്റായിട്ട് വന്ന ഒരെണ്ണാണ് ഈ ഒരു നമ്മളെന്നൊരു വ്യക്തിയായിട്ട് മാറുന്നത്. അപ്പൊ അവിടെ ഭയപ്പെട്ട് പിന്തള്ളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയത് കൊണ്ടും ആ അണ്ടമായിട്ട് യോജിച്ചത് കൊണ്ടും അതിലൂടെയാണ് ഒരു കുഞ്ഞു പിറവിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പേടി എന്നുള്ളത് നമ്മളായിട്ട് നമുക്ക് വരുത്തി വെച്ചിട്ടുള്ളതാണ്, നമ്മുടെ ചിന്തകളിലൂടെ വരുത്തി വെച്ചിട്ടുള്ളതാണ്. ഈ നെഗറ്റീവ് തോട്ട്സും എന്താണ്, എന്തിനേക്കോ നമ്മളെ ഇങ്ങനെ അങ്ങ് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോ ഇങ്ങനെയാണ്, എന്നിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ ഞാൻ അംഗീകരിക്കാതെ എനിക്കതൊന്നും ഇല്ല എന്നുള്ള പരിതപിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളോട് ഒരുപാട് എന്താ പറയാ ഇഷ്ടക്കേടുകൾ വരികയാണ്. അവിടെ നമുക്ക് നെഗറ്റീവ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഗ്രാറ്റിറ്റ്യൂഡേ വരുന്നില്ല. നമ്മുടെ ഉള്ളിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ജനിച്ച നാൾ മുതൽ നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ലഭിച്ചിട്ടുള്ള ഭക്ഷണം, നമ്മുടെ ഉമ്മ വാപ്പ, നമ്മുടെ കൂടെപ്പിറപ്പുകൾ, നമ്മൾ ജീവിച്ച ജീവിതം, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങള്, ഈ അവയവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലോ, ഏതെങ്കിലും ഒരവയവമാണെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അവിടെ ഗ്രേറ്റ്ഫുൾനെസ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് സെക്ഷനിലേക്ക് ജോയിൻ ആവുക. നമ്മൾ അതിന്റെ എല്ലാ ഫീലിങ്സും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇൻ ഡെപ്തിലാണ് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. ഷിജി മാം സംസാരിക്കണ്ടോ? ഞാൻ നസീറ മാം ഉണ്ടോ ഇവിടെ? അതോ എന്തോ കുട്ടികളെ വിടണ ടൈം? ഉണ്ട് മാം. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്തേ, ഷിജി മാം, നസീറ മാം, ഫാത്തിമ മാം, സുമേത് മാം എത്തിയിട്ടില്ലല്ലോ? ഒന്ന് സംസാരിക്കൂ. സുമേത് മാം ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. ഞാൻ ആഗ്രഹിച്ചതാണ് ഈ സംഭവം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്നെ എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പേര് നസീറ, മലപ്പുറം ജില്ലയിലെ പാണക്കാടാണ് താമസിക്കുന്നത്. ഞാൻ EFT 20th ബാച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് PCA സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പരിധി ഉണ്ടല്ലോ PCAക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അഡ്വാൻസ് സ്റ്റേജിലോട്ട് വീണ്ടും പോയി. അങ്ങനെയാണ് ആസിയ മാമിനെ ATCയിൽ നിന്ന് നമ്പർ കിട്ടി പരിചയപ്പെടുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആസിയ മാമിന്റെ കൂടെ കൂടിയതാണ്. ഇന്ന് വരെ ആസിയ മാമിന്റെ കൂടെ പിന്നെ കൂടിയിട്ട് കുറച്ച് നാളായി. ഇനിയും തുടർന്നും ആസിയ മാമിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ മെൻഡേഴ്സിലേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ടാസ്കുകളും പിന്നെ കാര്യങ്ങളൊക്കെ, മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആസിയ മാമിന്റെ കീഴിലെ ഒരു മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നുള്ള ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയും കൂടിയാണ്. ഇപ്പോൾ ഇതിലോട്ട് വന്നപ്പോൾ, നമ്മുടെ EFTയിലോട്ട് വന്നപ്പോൾ നമ്മുടെ മൂടപ്പെട്ട ആ ഒരു സ്കില്ല് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോൾ ഒക്കെ എനിക്ക് സർ വെബിനാറൊക്കെ തന്ന ഇതൊക്കെ ഞാനൊക്കെ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിയത്. പക്ഷെ നമ്മള് ആ ഒരു സ്കില്ലിന്റെ മേലെ പിന്നെ ചപ്പു ചവറുകൾ വാരിയിട്ട് അതവിടെ മൂടപ്പെട്ടു. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ നീക്കം ചെയ്തപ്പോൾ
ആ ഒരു സ്കില്ല് ഇങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഇങ്ങനൊരു ഇത് ഞാൻ ആഗ്രഹിച്ചതാണ്, ഇങ്ങനൊരു കോഴ്സ്, ഇങ്ങനെ ഒരു മെന്റർ ആകണം എന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം, അത് സഫലമായി കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഇതൊക്കെ കൂടെ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ലിജി മാം. എൻ്റെ പേര് ഷിജി. EFT 17ാമത്തെ ബാച്ചിലാണ് ചെയ്തത്. പിന്നെ വീട് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. പിന്നെ ആസിഫാമിന്റെ കൂടെ കൂടിയിട്ട് കുറച്ച് നാളായി. പക്ഷെ മെന്റർ ആവുന്നുള്ള ചിന്തയിലല്ല ഇത്ര നാൾ ഇരുന്നത്. ആസിഫാമിന്റെ ഒപ്പം ചെറുതായിട്ട് ആസിഫാമിനെ ഒന്ന് സഹായിക്കാമെന്ന രീതിയിൽ കയറിയതാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. മെന്ററിന്റെ ഒരു ഇതിലേക്ക് ഇപ്പൊ അങ്ങനെയും കൂടി കയറിയിട്ടുണ്ട്. അതിലൂടെ മറ്റുള്ളവർക്കും കൂടി ഒരു സമാധാനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ട്. ആദ്യം മെന്ററിലേക്ക് കയറിയത് തന്നെ ആദ്യം എന്നെ ഒന്ന് ശരിയാക്കാന്ന് വിചാരിച്ചാണ് ആദ്യം കയറിയത് തന്നെ. മാഷാ അല്ലാഹ്, അത് എത്രയും പെട്ടെന്ന് സഫലമാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു അസുമ. ഫാത്തിമ മാം എവിടെ? ഇവിടെ ഉണ്ടോ? സുമേത് മാം ഉണ്ടോ ഇവിടെ? ഞാൻ ഇവരോട് പറയാണ്ട് പെട്ടെന്ന് അനൗൺസ് ചെയ്താട്ടോ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാത്തിമ മാം. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഞാൻ ഫാത്തി, ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുട മശ്ശേരി 30ാമത്തെ ബാച്ചിലായിരുന്നു EFT ചെയ്തത്. അൽഹംദുലില്ലാ, അവയർനെസിന്റെ പുറത്ത് ഇങ്ങനെ പോവുകയായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് ഒന്നും കൂടി അറിയണം ഒരാഗ്രഹം തോന്നി. പിന്നെ ആസിയ മാമിന്റെ ഗ്രൂപ്പിൽ വന്നു, കുറച്ച് നാൾ അതിലുണ്ടായിരുന്നു. ഇനി വീണ്ടും ഒന്നും കൂടി അറിയണം എന്ന് തോന്നിയപ്പോൾ മെന്ററായിട്ട് കയറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളൊക്കെ വെച്ച് അതുപോലെ ആസിയ മാം ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ അതുപോലെ എനിക്കും ആവണം. ഞാൻ എഴുതിയതും അത് തന്നെയാണ്, എൻ്റെ ആഗ്രഹം എഴുതിയത് അങ്ങനെ തന്നെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു. സുമേത് മാം ഉണ്ടോ ഇവിടെ? ഓക്കെ ഓക്കെ, കണ്ടിട്ടില്ല. സുമേത് മാം ഉണ്ടോ? അതേപോലെ തന്നെ ഇന്നിപ്പോ ആർക്കാണ് ഇർഷാദിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇല്ല ഇല്ല ഇല്ല, ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അൽഹംദുലില്ലാ, എൻ്റെ ഒരു ആഗ്രഹം ഇവിടെ സബലീകരിച്ചതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്നുള്ളത്. ഇതിലേക്ക് മെന്റേഴ്സിലായിട്ട് ജോയിൻ ചെയ്യാനും സ്വന്തത്തെ തിരിച്ചറിയാനും അതിലൂടെ സ്വന്തം കഴിവുകളെ പ്രകടിപ്പിക്കാനും ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യാം, മെന്റേഴ്സിലേക്ക് കണക്ട് ചെയ്യാം. അതിനും എന്താ പറയാ, ഇസ്ലാം മാമിനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും വരെ ഈ ഒരു സമയത്ത് ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഒരു അറിവുകൾ കിട്ടി, അൽഹംദുലില്ലാ. നമുക്ക് ലഭിക്കുന്ന ചെറിയൊരു അറിവാണെങ്കിലും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പം ഒരുപാട് അറിവുകൾ നമ്മളിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പൊ നേരത്തെയൊക്കെ പറയാറുള്ളത് എന്താണ്, അതൊരു ബിലീഫ് സിസ്റ്റം ആയിരുന്നു. അമ്മക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ണു വെക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ്, അത് കുറഞ്ഞു പോകുന്നൊക്കെ. പക്ഷെ അങ്ങനെ അല്ല. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കുക. നമുക്കുണ്ടാകുന്ന ഒരു അറിവ് മറ്റൊരാൾക്ക് അൺകണ്ടീഷണലി പറഞ്ഞു കൊടുത്താൽ അത് പൊലിച്ച് തന്നെ വരും എന്നുള്ളതാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവന് ആ ഗ്രാറ്റിറ്റ്യൂഡിനെ നിറവാക്കി കൊടുക്കും റബ്ബ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.